ഞാൻ എപ്പോഴും വാഗമൺ പോകുമ്പോ ഞാൻ ആലോചിക്കാറുണ്ട് കൂടെ ആരെങ്കിലും കൊണ്ടുവരുന്നെങ്കിൽ ഒരു വീഡിയോ എടുത്ത് പോവായിരുന്നു. ഇന്നിപ്പം ഞാൻ നമ്മുടെ ക്യാമറമാൻ സുമനെയും കൂട്ടിയിട്ട് വാഗമണിലേക്ക് പോവാണ്. വാഗമണിൽ ഞാൻ ഇതിനു മുമ്പും കാണിച്ചിട്ടുണ്ട് ഋതംഭര. എന്റെ ഫേവറേറ്റ് പ്ലേസ് ആണ് ഋതംഭര. അപ്പൊ ഋതംഭരയിൽ വെച്ചിട്ട് ഒരു ബിയർ പഴംപൊരി ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഞാൻ ഇതിൽ ലിങ്ക് കൊടുക്കാം. അപ്പൊ ആ എപ്പിസോഡ് ചെയ്തപ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതെ എനിക്കൊന്ന് 1 വർഷം മുമ്പാണ് അത് എപ്പിസോഡ് വന്നത്. അത് വന്നപ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഋതംഭരയെ കൂടുതൽ കാണിക്കാം, ഋതംഭരയുടെ വിശേഷങ്ങളൊക്കെ പറയാം എന്നുള്ളത്. അപ്പൊ അങ്ങോട്ടേക്കാണ് ഇപ്പൊ യാത്ര. വാഗമണിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോ നമ്മൾ ഫസ്റ്റ് ടൈം ഇങ്ങനെ ആ മല കാണുന്ന ഒരു വളവുണ്ട്. പിന്നെ ഞാൻ ആ വളവിന്റെ അവിടെ എത്താൻ പോവാണ്. അവിടെ എത്തുമ്പോ എന്റെ മനസ്സിലേക്ക് ഇങ്ങനെ ഒരു സന്തോഷം അങ്ങോട്ട് കയറി തുടങ്ങി. ഈ മല കാണുമ്പോ ഒരു ആക്രാന്താണ്. അതായത് ആകെ വെള്ളം മാത്രമുള്ള ഒരു സ്ഥലമാണല്ലോ ആലപ്പുഴ. കാടും മലയും ഒന്നും ഇല്ല. അപ്പൊ ഇവിടെ വരുമ്പോ എനിക്കറിയില്ല, എല്ലാവർക്കും അങ്ങനെയാണെന്ന് അറിയില്ല, എനിക്ക് മല കാണുമ്പോ എനിക്ക് ഹില്ലി ഏരിയാസ് ആണ് എനിക്കിഷ്ടം. ഞാൻ ബീച്ച് പേഴ്സൺ അല്ല. അപ്പൊ എനിക്ക് ഇത് കാണുമ്പോ ഓരോ തവണ വരുമ്പോഴും ഞാൻ ഒറ്റയ്ക്കാണെങ്കിലും ഞാൻ ഇത് കാറി കൂവി ബഹളം വെച്ചിട്ടൊക്കെയാണ് ട്രാവൽ ചെയ്യുക. ഇന്നിപ്പോ സുഖമുള്ളതുകൊണ്ടാണ് ഞാൻ മര്യാദ യാത്ര ചെയ്യുന്നത്. അല്ലെങ്കിൽ ഈ മലകളൊക്കെ കാണുമ്പോണ്ടല്ലോ, ഇപ്പൊ പക്ഷെ നമ്മൾ കുറച്ചുകൂടെ നേരത്തെ ഇറങ്ങേണ്ടതായിരുന്നു. അല്ല, ഇവിടെ നമ്മൾ ആ ഒരു എന്റെ ഫേവറേറ്റ് സ്പോട്ടൊക്കെ എത്തുമ്പോഴത്തേക്ക് ഇരുട്ടാവും. വാഗമണിൽ പെട്ടെന്ന് സന്ധ്യയാവും. ഞാൻ എപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യം എന്താ അറിയോ, ആളുകൾ ഇങ്ങനെ ഈ ഒരുപാട് ദൂരത്തേക്കൊക്കെ യാത്ര. ഇപ്പൊ എനിക്ക് 2.5 hours ഡ്രൈവ് ചെയ്യുള്ളൂ വാഗമണിലേക്ക്. വാഗമണിൽ ഒരു പനോറമിക് ബ്യൂട്ടി ഉള്ള ഒരു സ്ഥലമൊക്കെ ഉണ്ട്. ഞാൻ ആലോചിക്കും എന്തോ ഒരു ഭംഗി, അത് മഴക്കാലത്ത് എന്ത് ഭംഗിയാണ്, എന്ത് സുന്ദരി അറിയോ വാഗമൺ. ഇത്ര അടുത്ത് നമുക്ക് ഇത്ര മനോഹരമായ ഒരു സ്ഥലം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വാഗമണിലേക്കുള്ള യാത്ര. ഇതാണ് ഞങ്ങളുടെ ഋതംഭര. ഇവിടെ വന്നാൽ ഓരോരുത്തർക്കും അവരവരുടെ ഇതെന്റെ സ്ഥലം എന്ന് തോന്നുന്ന വൈബുള്ള ഒരു സ്ഥലമാണിത്. ഞാൻ ഇന്നലെ രാത്രി വന്നപ്പോഴത്തേക്കും ലേറ്റായി, അതുകൊണ്ട് അവൻ ഇന്നലെ എടുക്കാൻ. ഇവിടെ നിറയെ ആളുകളുണ്ട്. ഇവിടെ ഒരു ക്ലാസ് നടക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വന്നത്. അതിൻ്റെ വീഡിയോ എടുക്കാനാണ് സുമൻ വന്നത്. അപ്പോൾ നമ്മുടെ ഉഗ്രനും വീരനും കാണിച്ചിരമ്പ കൊമ്പൈ ഡോഗ്സ് ആണ് ഇവർ. ഉഗ്ര, വീര, ദിസ് ഈസ് ആർ ഉഗ്ര ആൻഡ് വീര. ഇപ്പം ഭക്ഷണം ഉള്ളതുകൊണ്ട് മാത്രമാണ് അധികം കുരയ്ക്കാത്തത്. ഇല്ലെങ്കിൽ എന്നെയൊക്കെ ദൂരേന്ന് കണ്ടാലേ കുര തുടങ്ങും. ആ ചേട്ടാ, അവന് മനസ്സിലായി. ഞാൻ അച്ചപ്പൻ കഥകൾ എഴുതിയപ്പോൾ എനിക്കത് ലാലേട്ടനെ കൊണ്ട് തന്നെ പ്രകാശനം ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ലാലേട്ടനും മഞ്ജുച്ചയും അച്ഛന് ഭയങ്കര ഇഷ്ടമായിരുന്നു. അച്ഛൻ്റെ അവസാന സമയത്ത് ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള മൂവി ലൂസിഫറാണ്. എപ്പോൾ ലൂസിഫർ ടി വിയിൽ വന്നല്ലോ, അച്ഛൻ അങ്ങനെ ഒരു സിനിമ ഫുൾ ഇരുന്ന് അല്ലെങ്കിൽ ടി വി കുറേ നേരം ഇരുന്ന് കാണുന്ന ആളൊന്നുമല്ല. അപ്പം എനിക്കത് ലാലേട്ടൻ്റെ കൈകളിലൂടെ പ്രകാശനം ചെയ്യപ്പെടുന്നത് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ അന്ന് കോവിഡിൻ്റെ സമയമാണ്. നമ്മളൊരു പ്രകാശന കർമ്മമൊക്കെ പ്ലാൻ ചെയ്താലൊന്നും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പോൾ അങ്ങനെയാണ് ലാലേട്ടൻ ഓൺലൈനിലൂടെ പുസ്തക പ്രകാശനം നിർവഹിച്ചത്. അതിന് രാംജിയാണ് ഹെൽപ്പ് ചെയ്തതൊക്കെ. അതിനുശേഷം ഞാൻ എപ്പോഴും ഇങ്ങനെ ആലോചിക്കായിരുന്നു, എപ്പോഴെങ്കിലും കാണുമ്പോൾ ഒന്ന് നേരിട്ട് കൊടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ ബുക്ക് എന്ന്. നമ്മളിങ്ങനെ ഒരു കാര്യം ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചാൽ നടക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു തവണ ഇവിടെ ഉള്ള സമയത്ത്, അത് ഭയങ്കര കോയിൻസിഡൻസ് ആണ്, ലാലേട്ടൻ ഇവിടെ വന്ന 2 സമയത്തും ഞാനിവിടെ ഉണ്ടായിരുന്നു. അത് പ്ലാൻ ചെയ്തൊന്നും അല്ല, അതങ്ങനെ സംഭവിച്ചതാണ്. അദ്ദേഹത്തെ കാണാനുള്ളൊരു ആഗ്രഹം കൊണ്ട് അങ്ങനെ നടന്നതായിരിക്കാം. അപ്പോൾ ആദ്യമായിട്ട് ലാലേട്ടൻ ഇവിടെ വരുന്ന സമയത്ത് ഞാനിവിടെ ഉണ്ട്. അതും മുൻകൂട്ടി പ്ലാൻ ചെയ്തതൊന്നും അല്ല അദ്ദേഹത്തിൻ്റെ വരവ്. ഇവിടെ വരുമ്പോൾ എൻ്റെ കയ്യിൽ അച്ചപ്പൻ കഥകൾ ബുക്ക് ഉണ്ടായിരുന്നു ബാഗിൽ. അത് അദ്ദേഹത്തിന് നേരിട്ട് കൊടുക്കാൻ പറ്റി എന്നുള്ളത് ഒരു വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നൊരു കാര്യമാണ്. അത് കൊടുത്തത് ഇവിടെ നിന്നിട്ടാണ്, ഇവിടെ ഋതംഭരയുടെ ഈ ഒരു സ്പേസിൽ നിന്നിട്ടാണ്, ഇവിടെ നിന്നിട്ടാണ് ലാലേട്ടൻ ഞാൻ ബുക്ക് കൈമാറാം. എൻ്റെ ഫോട്ടോയൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ ഒരു വലിയൊരു എന്താ പറയുക, എനിക്ക് എൻ്റെ ലൈഫിൽ കുറേ സംഭവങ്ങൾ അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ എപ്പോൾ എനിക്ക് ഇവിടെ വന്നാലും എന്തെങ്കിലും ഒരു കോള് വരും. ലൈക്ക് ചിലപ്പോൾ അതൊരു ചെറിയ ആഡിൻ്റെ വർക്കിൻ്റെ ആയിരിക്കും, അല്ലെങ്കിൽ പല മൂവീസിൻ്റെ കോൾസൊക്കെ വന്നിട്ടുള്ളത് ഞാൻ ഇവിടെ വരുമ്പോൾ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര പോസിറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങൾ സംഭവിച്ചിട്ടുള്ള ഒരു ഇടമാണ്. മാത്രമല്ല അച്ചപ്പൻ കഥകൾ എഴുതിയത് കുറേ ഇവിടെ ഇരുന്നിട്ടാണ്. എഡിറ്റിംഗ് വർക്കുകൾ ഇവിടെ സച്ചിനൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടാണ്. സച്ചിനൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട്. സച്ചിനുണ്ട്, അഭിയുണ്ട്, വിനീതുണ്ട്. വിനീത് ഇവിടുത്തെ മാനേജറാണ്. അഭി, സച്ചിനൊക്കെയാണ് എനിക്ക് അച്ചപ്പൻ കഥകളുടെ എഡിറ്റിങ്ങിലൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തത്. അപ്പോൾ അങ്ങനെ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ
സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. നമുക്ക് ഋതംഭരയുടെ ബാക്കി കാഴ്ചകൾ കാണാം. നിങ്ങളൊക്കെ ഒരു ഹായ് പറയാം ചുമ്മാ. നമ്മൾ സാധനം കണ്ടിട്ടില്ലേ വ്ളോഗില് ഹായ് അതുപോലെ. ശരി പെട്ടെന്ന് എങ്ങനെയാവും സ്റ്റാച്ചു എന്ന് പറഞ്ഞ പോലെയാണ് അബിയുടെ എക്സ്പ്രഷൻ. ഇവിടുത്തെ വലിയ ഈ പൂക്കളും തോട്ടങ്ങളും ഒക്കെ നമ്മുടെ ഇവിടുത്തെ സന്ധ്യേച്ചി എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി തരുന്ന ഒരു ഫാമിലി ഉണ്ട്. സന്ധ്യേച്ചിയും സുനിയേട്ടനും അവരുടെ 2 മക്കളും ഇവിടെ തന്നെ താമസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഋതംഭരയിൽ വന്നാൽ നിങ്ങൾക്ക് ഏത് സമയത്തും നല്ല ഉഗ്രൻ ഫുഡ് കിട്ടും. നമുക്കിപ്പം താഴേക്ക് പോയി ഇവിടുത്തെ ബാക്കി കാഴ്ചകളൊക്കെ കാണാം. വാ. ഏലമുണ്ട്, കാപ്പിയുണ്ട്, കുരുമുളകുണ്ട്, നല്ല ശുദ്ധമായ വായുണ്ട്, ശുദ്ധമായ വെള്ളമുണ്ട്. രാവിലെ എണീക്കുമ്പോൾ തന്നെ നല്ല എന്താ മലയുടെ മുകളിലേക്ക് ഇങ്ങനെ സൂര്യൻ ഉദിച്ചു വരുന്ന നല്ല വ്യൂ ഉണ്ട്. അങ്ങനെ 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 ഇവിടെ വന്നാൽ നമുക്ക് തിരിച്ചു പോകാൻ തോന്നാത്ത വൈബുള്ള ഒരു സ്ഥലമാണ് ഋതംഭര. ഋതംഭര ഒരു എക്കോ സ്പിരിച്വൽ കമ്മ്യൂണാണ്. ഇവിടെ കുറേ ക്ലാസ്സസ് നടക്കാറുണ്ട്. ഇവിടെ എന്താ പറയുക ക്യാമ്പുകൾ നടക്കാറുണ്ട്, കുട്ടികളുടെ ക്യാമ്പ്. തെയ്യം, ഇവിടുത്തെ തെയ്യം ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഈ വർഷമല്ല, നമുക്ക് ഫെബ്രുവരിയിൽ തെയ്യം വീണ്ടും വരുന്നുണ്ട്. വരൂ നമുക്ക് തെയ്യം കൂടാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ തെയ്യം, അടുത്ത വർഷത്തെ തെയ്യം കൂടാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ വൈൻഡപ്പ് ചെയ്തിരുന്നത്. അപ്പോൾ ഈ വർഷം നമ്മൾ തെയ്യത്തിനുള്ള പ്രിപ്പറേഷനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതുപോലെ നമുക്ക് നിങ്ങൾ കാണുന്നുണ്ടാവും, അവർ വെസ്റ്റ് ബംഗാളിൽ നിന്ന് വന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഓരോ വിസിറ്റേഴ്സ് ഉണ്ടാവും. ഈ സ്ഥലത്തെ പറ്റി എങ്ങനെയാണ്, ഇവിടെ ആരും ഒരു പബ്ലിസിറ്റി കൊടുക്കുകയോ ഒന്നുമില്ല. പക്ഷെ ഋതംഭരയെ പറ്റി കേട്ടും ഇവിടുത്തെ 2 ആചാര്യന്മാരുണ്ട്, ഡോക്ടർ ആർ രാമാനന്ദ് ആൻഡ് ഡോക്ടർ ശ്രീനാഥ് കാരയാട്ട്. അപ്പോൾ ഇവരെ പറ്റിയൊക്കെ അറിഞ്ഞും കേട്ടും ഒക്കെ ഇങ്ങനെ വന്ന് ഇവിടെ താമസിക്കുകയും സ്ഥലങ്ങളൊക്കെ കാണുകയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. അതിഥി, hi, good morning. No, I'm just doing a vlog. Just say a hi. അതിഥി ഞങ്ങൾ ആക്ച്വലി കാശ്മീരിൽ ഞാൻ പോയപ്പോൾ പരിചയപ്പെട്ടാണ്. അതിഥി ഒരു സ്കോളറാണ്. അതിഥി അപ്പം ഒരു സർപ്രൈസ് വിസിറ്റ് ആയിരുന്നു അതിഥിയുടെ. ഇന്നലെ ഞാൻ അതിഥിയെ കണ്ടപ്പോൾ ആക്ച്വലി I was surprised to see you actually. Thank you. Couldn't have been a better place to come. Where were you? You went to we went stream? to see the stream downstairs. Yeah. How was it? It was a beautiful stream and we saw the local flora and fauna and all these cottages. He was talking of the Kal Bhairava temple which is atop the hill. Yeah. Which is still preserved by the locals. So just amazing. Okay. Just share your experience after, visiting here. Well, I don't know what else to say, but I feel that the hidden treasures which connects Kashmir and Kanyakumari is all preserved here. And I feel so blessed to be a part of this event, and I feel so blessed that I come here exploring the depths of Krama practices which are still preserved in Kerala. So just amazed. You'll come back again, no? We'll definitely come back. We'll definitely come back. Thank you. ഇങ്ങനെ ലോകത്തിന്റെ പല ഭാഗത്തുനിന്ന് വരുന്ന ആളുകളുണ്ട്. ഒരു റൊണാൾഡ് ഉണ്ട് ഇവിടെ. റൊണാൾഡിന്റെ ഒരു വീഡിയോ, അതായത് നമ്മുടെ ചീരനെ കാണിച്ചത്. ചീരൻ നമ്മുടെ ഇവിടുത്തെ കുതിരയാണ്. ചീരൻ ഇങ്ങനെ റൊണാൾഡിന്റെ അടുത്ത് ഒട്ടും അടുക്കാതെ നിൽക്കുക. അപ്പോൾ റൊണാൾഡോ എന്ത് ചെയ്തു, ഒരു ഫ്ലൂട്ട് എടുത്ത് ഇങ്ങനെ വായിക്കുമ്പോൾ ചീരൻ ഇങ്ങനെ അടുത്തേക്ക് വരുന്ന ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. നമ്മുടെ ഇവിടെ ഒരു ഫോണിലാണ്, അത് ക്ലാരിറ്റി ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അങ്ങനെ റൊണാൾഡ് ജർമ്മനിയിൽ നിന്ന് വന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് ആളുകൾ ഋതംഭരയെ പറ്റി കേട്ടും അറിഞ്ഞും ഒക്കെ വരാറുണ്ട്. ഇതാണ് മൺവീട്. ഞാൻ മിക്കവാറും വന്നാൽ ഇവിടെ നിൽക്കുക. ഇവിടുത്തെ വൈബ് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഭയങ്കര തണുപ്പാണ് ഇതിനുള്ളിൽ. ഈ വാർലെ പെയിൻറ്റിങ്സ് കണ്ടോ, ഇത് ഋതംഭരയിലെ ഓഫീസ് സ്പേസിലും കാണാൻ പറ്റും. ഇങ്ങനെ വരുന്ന ഓരോ ആൾക്കാർ ചെയ്തിട്ട് പോകുന്നതാണ് ഇതൊക്കെ. ഇവിടെ വന്നാൽ ആക്ച്വലി ഒരു വർക്കൗട്ട് ആവശ്യമില്ല. 2 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാൽ മതി. താഴത്താണ് നമ്മുടെ ക്ലാസ്സസൊക്കെ നടക്കുന്ന സ്ഥലം. അവിടെ പോയി ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു. ഇടയ്ക്കൊന്ന് ഇവിടെ വന്നിട്ട് തിരിച്ചു പോയാൽ തന്നെ നമുക്ക് 2 ദിവസം വർക്കൗട്ടായി. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സ്ട്രെങ്ത് കിട്ടിയ ഫീലാണ്. കാരണം കുറേ തവണ ഇങ്ങനെ കയറി ഇറങ്ങി നടക്കുന്നുണ്ടല്ലോ. നല്ല കാർഡിയോ വർക്കൗട്ടാണ്. എല്ലാവരും ചോദിക്കും, എൻ്റെ ഫാമിലി ഫ്രണ്ട്സൊക്കെ ചോദിക്കും എന്തുകൊണ്ടാണ് ഇവിടെ ഇത്രയും കണക്റ്റഡ് ആയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
അറിയില്ല, ഞാൻ ഈ സ്ഥലമായിട്ട് ഭയങ്കര കണക്റ്റഡ് ആണ്. അത് ഞാൻ മാത്രമല്ല, ഇവിടെ വരുന്ന ഓരോരുത്തരും, ഈവൻ സുമിൻ 2ാമത്തെ തവണയും 3ാമത്തെ തവണ ഇവിടെ വരുന്നത്. സുമിൻ എന്നോട് പറയും, ചേച്ചി എപ്പോൾ പോയാലും എന്നെ വിളിക്കണേ, ഞാനും കൂടെ വരാം, വെറുതെ ഞാൻ വണ്ടിയിൽ ഇരുന്നോളാം, അല്ലെങ്കിൽ ഞാൻ ഡ്രൈവ് ചെയ്തോളാം എന്ന് പറയും. അതങ്ങനെയാണ്. ഇവിടെ ഒരു പ്രത്യേകതകളും സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ ചിലപ്പോൾ മനസ്സിലാവില്ല. പക്ഷേ ഇവിടെ വന്ന് ഇവിടുത്തെ ഒരു എനർജി അനുഭവിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വരുമ്പോൾ നമ്മുടെ മൈൻഡിലുണ്ടാകുന്നൊരു കാംനെസ് അനുഭവിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഈ സ്ഥലം നമ്മൾ പിന്നെ പിന്നെ വിളിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു സ്ഥലമാണ്. വാഗമണ്ണിൻ്റെ തിരക്കുകളിൽ നിന്നൊക്കെ മാറി ഒരു 10-12 കിലോമീറ്റർ ഇപ്പുറത്ത് മാറിയിട്ടുള്ളൊരു സ്ഥലമാണ് റിദംഭര. അപ്പോൾ ഇവിടെ ആർക്കും വിസിറ്റ് ചെയ്യാം കേട്ടോ, അങ്ങനെ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. ഇപ്പോൾ കൂടുതലും ഇപ്പോൾ ഈ കമ്മ്യൂണിറ്റി ആയിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ക്ലാസ്സസുമായിട്ട് ബന്ധപ്പെട്ടൊക്കെയാണ്. ഇപ്പം രചന നാരായണൻകുട്ടിയുടെ ഡാൻസ് ക്ലാസ് ഉണ്ടായിരുന്നു, നമ്മളൊരു സമ്മർ ക്യാമ്പ് വെച്ചിട്ടുണ്ടായിരുന്നു. ചില ഓർഗനൈസേഷൻസ് വന്നിട്ട് അവരുടെ യോഗ ക്ലാസ്സസ് ഒക്കെ നടത്താറുണ്ട്. കളരി സ്ഥിരമായിട്ട് ഇവിടെ കുട്ടികൾക്ക്, അത് ഈ ഇടയ്ക്ക് തുടങ്ങിയതാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷെ സ്ഥിരമായിട്ട് അല്ലെങ്കിൽ ഇവിടെ എങ്ങനെ വരണം എന്ന് ചോദിച്ചാൽ സത്യത്തിൽ നമ്മുടെ വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് അതിനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. റിദംഭരയുടെ വെബ്സൈറ്റിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കാം. വെബ്സൈറ്റിലൂടെ വന്നിട്ട് നിങ്ങൾക്ക് 2 ദിവസം ഇവിടെ ഒരു ലക്ഷറി സ്റ്റേയോ അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന ഒരു വൈബോ അല്ല, ഒരു ഭയങ്കര കാം പീസ്ഫുള്ളായിട്ട് നിൽക്കണം. വേറെ സ്ട്രീമിലൊക്കെ പോയി കുളിക്കാം, നല്ല നാടൻ ഫുഡ് കഴിക്കാം. വേറൊരു അടിച്ചുപൊളി മോഡിലൊക്കെ ഉള്ളവർക്ക് പറ്റിയ സ്ഥലമാണോയെന്ന് എനിക്കറിയില്ല. അതല്ലാതെ കുറച്ചൊരു സെറീനായിട്ട്, കുറച്ചൊരു മൈൻഡൊക്കെ ഒന്ന് കാം ആവണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വന്ന്, ഇപ്പം മെഡിറ്റേറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക്, ഒരു സ്പിരിച്വൽ പാത്തിലേക്കൊക്കെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ പറ്റിയ ഒരു സ്ഥലമാണ് റിദംഭര. ആൻഡ് ഇവിടെ ആര് വന്നാലും ഇങ്ങനെ കൈകൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഒരു സ്പേസാണ്. എല്ലാവർക്കും ഇവിടെ വന്ന് നിൽക്കാനുള്ള ഒരു സ്പേസാണ് റിദംഭര. നമുക്ക് ചീരനെ ഒന്ന് അടുത്ത് കാണാം. ഞാൻ ചീരനെ റൈഡ് ചെയ്തിട്ടൊക്കെ ഉണ്ട്, പക്ഷെ അവനോട് വലിയ അടുപ്പമൊന്നുമില്ല, ചിലപ്പോൾ കടിക്കും. ചീര, യെസ്. അപ്പം ഞാൻ ഇനി നിങ്ങളെ കൊണ്ടുപോകുന്നത് ഇവിടുത്തെ ഒരു വളരെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഒരു സ്ഥലത്തേക്കാണ്. ഇതാണ് നമ്മുടെ കളരി. അയ്യോ, താക്കോലെടുത്തില്ല സുമിന്. എന്താക്കും, വിളിച്ചു പറഞ്ഞാലോ? ആരെങ്കിലും വിനീതിനോട് എടുത്തിട്ട് വരാം. ഫോണുണ്ടോ? ബാക്കിയൊക്കെ പരിചയപ്പെടുത്താം അല്ലേ? കാലഭൈരവ പ്രതിഷ്ഠയാണ് ഇത്. നമ്മുടെ കളരിയുടെ മുന്നിലുള്ള ഒരു സ്റ്റേജാണ്. ഇവിടെ ഒരു നവരാത്രി സമയത്ത് പ്രോഗ്രാംസ് ഒക്കെ നടന്നിരുന്നു. ഇത്തവണയും പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചില ഇതുപോലെ ക്യാമ്പുകൾ നടക്കുമ്പോഴും അല്ലെങ്കിൽ ചില പ്രത്യേക ദിവസങ്ങളിലൊക്കെ ഇവിടെ ഓരോ പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ ഭൈരവനെ കണ്ടു, സ്റ്റേജ് കണ്ടു. ഇതാണ് കളരി സാഞ്ചി ഹാൾ. ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. ഇത് പെട്ടെന്നാണ് നമ്മൾ ഇങ്ങനെ ഒരു രൂപത്തിലേക്ക് ഈ ഒരു ഹാൾ ഉണ്ടാക്കിയെടുത്ത്, അതൊക്കെ ഞാൻ പറയാം. ഇവിടെയാണ് നമ്മുടെ എല്ലാ ക്യാമ്പുകളും ക്ലാസ്സുകളും, നമ്മൾ കുട്ടികളുടെ ഒരു സമ്മർ ക്യാമ്പൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട്, മഞ്ഞുമൽ ക്യാമ്പിങ്, അതൊക്കെ ഇവിടെയായിരുന്നു. ഇവിടെ ഇപ്പോൾ എല്ലാ ആഴ്ചയും രാജശേഖരൻ ഗുരുക്കൾ എന്ന് പറഞ്ഞ ഗുരുക്കളുടെ കളരി ക്ലാസ് ഉണ്ട്, കളരി പഠനം. അതിവിടെ അടുത്തുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് പരാപൂജ ക്ലാസ്സുകളും എല്ലാം നടക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ ക്ലാസ്സിൻ്റെ വിഷ്വൽസിലൂടെ നമുക്ക് ഈ ഹാള് പരിചയപ്പെടാം. നമുക്ക് ഇനി എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമുണ്ട് ഇവിടെ, അങ്ങോട്ട് പോവാം. ഗംഗ മറ്റേ നാഗവല്ലിയുടെ റൂം കാണിക്കാൻ പോകുന്ന മോഡുണ്ടോ? കളരി മണ്ണിന്റെ അടിയിലാണ്. ഇത് ആക്ച്വലി കളരിയായിട്ട് പണിയാൻ ഉദ്ദേശിച്ചതല്ല. ഒരു ചെറിയ ടാങ്ക് ആയിരുന്നു മണ്ണില്. ഇവിടെ എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി ചെയ്തെടുത്ത ഒരു കിണർ പോലത്തെ ഒരു ചെറിയ ടാങ്ക് ആയിരുന്നു. പക്ഷെ ഇവിടെ ഇപ്പൊ അതിന് പെർമിഷൻ ഇല്ല, കാരണം ആനിമൽസ് ഒക്കെ വീഴും എന്നൊക്കെ ഉള്ളത് കൊണ്ട് ഇവിടെ ഒരാളുണ്ട്, അവിടെ സ്വസ്ഥമായിട്ടിരിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു ചെറിയ ടാങ്ക് പോലത്തെ സ്പേസ് ആയിരുന്നു. അപ്പം അത് മൂടാൻ തീരുമാനമായി. അപ്പം പെട്ടെന്ന് നമ്മൾ പരിചയപ്പെട്ടില്ലേ രാംജിക്ക് ഇങ്ങനെ ഒരു തോട്ട് വന്നു. പെട്ടെന്ന് ഇത് ഇങ്ങനൊരു കളരി ആക്കിയാലോ ഇവിടെ എന്നുള്ള ക്ലാസ്സസ് ഒക്കെ എടുക്കാനും ഒക്കെ ആയിട്ട്. ഇത് നമ്മുടെ സ്കെച്ച് പ്രകാരം സാഞ്ചി എന്ന് പറയുന്ന ഒരു സ്പേസിനുള്ള സ്ഥലമായിരുന്നു. ശരിക്കും ഇതുപോലൊരു
കളരി പോലത്തെ ഒരു കോൺസെപ്റ്റിനുള്ള സ്ഥലം തന്നെയായിരുന്നു ഇവിടെ. അപ്പോൾ അത് പെട്ടെന്നൊരു 3 മാസം കൊണ്ട് ഡെവലപ്പ് ചെയ്തതായത്. പലരും ഒരു കുറച്ച് നാൾ കഴിഞ്ഞ് വന്നവരൊക്കെ ഞെട്ടിപ്പോയി ഇത് കണ്ടിട്ട്. ഇവിടെ ഇങ്ങനൊരു സ്ഥലമോ? ഇതിൻ്റെ അകത്തേക്ക് കണ്ടു കഴിഞ്ഞാൽ അതിനും രസമാണ്. ഇത് ഭൂമിയുടെ അടിയിൽ കുഴിയിലാണ് നിൽക്കുന്നത്. ശരിക്കും കുഴിക്കളരി കോൺസെപ്റ്റിൽ തന്നെ ചെയ്തിരിക്കുന്നതാണ്. ഇത് പണിയുന്നുണ്ടെന്ന് അറിഞ്ഞു, കൺസ്ട്രക്ഷൻ്റെ സമയത്തൊക്കെ വന്ന് കണ്ടു. പക്ഷേ ഫൈനൽ സ്റ്റേജിൽ വന്ന് കണ്ടപ്പോൾ ഞങ്ങൾക്കൊക്കെ ഭയങ്കര അത്ഭുതമായിരുന്നു. അതിനകത്ത് ഈ ഞാൻ നേരത്തെ കാണിച്ച ഒരു സീക്രട്ട് ഇങ്ങനെ ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു, ഒരു സർപ്രൈസ് ആയിട്ട്. സ്ട്രീമിൽ പോയിട്ട് വരാം, വാ. വീഡിയോ കണ്ടിട്ട് എന്നാ ഒന്ന് ഋതംബര പോയിട്ട് വരാം എന്ന് പറഞ്ഞ് വരാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല കേട്ടോ ഇത്. കാരണം ഇത് ഈ പറഞ്ഞ പോലെ ഒരേ മനസ്സുള്ള ഒരേ ചിന്തകളുള്ള കുറേ ആളുകൾ പത്ത് കൂടുന്നൊരു സ്ഥലമാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിന് ഇവിടെ എത്താൻ ചിലപ്പോൾ ഓരോരുത്തർക്ക് ഓരോ റീസൺസ് ഉണ്ടാവും. അപ്പം അങ്ങനെയൊക്കെ ഭയങ്കര എനർജി ഉള്ളൊരു സ്ഥലം. അപ്പം ഓക്കെ, പോയി ഫ്രണ്ട്സുമായിട്ട് 2 ദിവസം അടിച്ചു പൊളിച്ചിട്ട് വരാം എന്നുള്ള ഒരു മൈൻഡ് സെറ്റോടുകൂടി വന്ന് വിസിറ്റ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമല്ല ഋതംബര. ഏലമാണ് കേട്ടോ ഇതൊക്കെ. ഞാൻ ഏലം ആദ്യമായിട്ട് കാണുന്നത് ഇവിടെ വന്നിട്ടാണ്. ഇങ്ങനെയാണല്ലേ ഏലക്ക ഉണ്ടാവുന്നത് എന്ന്. ഇതുണ്ടോ? അത് കണ്ടിട്ടില്ലാത്തവരുണ്ടാവും, കാണിക്കാം. ഇതുണ്ടോ? ഇതാണ് ഏലത്തിൻ്റെ പൂവ്. നല്ല ഭംഗിയില്ലേ? എത്തി, ബാ. വെള്ളം കുറവാ ഇപ്പോൾ. നമുക്ക് ആദ്യം അങ്ങോട്ട് പോവാം. വലിയ വെള്ളച്ചാട്ടം അവിടെയാണ്, പക്ഷെ എനിക്ക് അറിഞ്ഞുകൂടാ അവിടെ വരെ നടന്നെത്താൻ പറ്റുന്ന അവസ്ഥയാണോ എന്ന്. കാരണം കാറ്റുള്ളത് കൊണ്ട് ചിലപ്പോൾ ഈ മരങ്ങളൊക്കെ ഒടിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട്. ഇതിപ്പോൾ ഇതിൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു സ്റ്റേജിലുള്ള സ്ഥലമാണിത്. അങ്ങോട്ട് നടന്നു പോകുമ്പോഴാണ് വലിയ വെള്ളച്ചാട്ടം. ഋതംബരയിലേക്ക് പോകുന്ന ഒരു വഴിയുള്ളൊരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സീനറി ഉള്ളൊരു സ്ഥലമാണ്. ഋതംബരയുടെ വിശേഷങ്ങൾ തീരുന്നില്ല സത്യം പറഞ്ഞാൽ. എനിക്ക് ഋതംബരയെ പറ്റി എത്ര പറഞ്ഞാലും മതിയാവില്ല. അത് എല്ലാവർക്കും ഒരേപോലത്തെ ഒരു അനുഭവം ആയിരിക്കണം എന്നില്ല കേട്ടോ. എല്ലാവർക്കും ചിലപ്പോൾ അതേ ഒരു വൈബായിരിക്കും. എന്തായാലും ഇങ്ങനെയുള്ളൊരു സ്പേസിൽ വരാൻ താല്പര്യമുള്ളവർ എപ്പോഴെങ്കിലും വൺസ് ഇൻ എ ലൈഫ് ടൈം ഒന്ന് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ്. എനിക്ക് പേഴ്സണലി വാഗമൺ എൻ്റെ ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലമാണ്. വാഗമണിൻ്റെ അടുത്ത് ഋതംബര. എൻ്റെ വെബ്സൈറ്റിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഋതംബര കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.